ഹരേ കൃഷ്ണ. എല്ലാവർക്കും നിർമ്മാല്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 20-ാം തീയതി ഉണ്ണിക്കണ്ണൻ ഉച്ചപൂജ അലങ്കാരം എന്താണെന്നറിയാവോ? ശ്രീലകത്ത് ഇന്ന് ഉണ്ണിക്കണ്ണൻ കാളിയൻ്റെ ശിരസിൽ ചവിട്ടി നിൽക്കുന്ന രൂപത്തിലാണ് കേട്ടോ. ആ കുഞ്ഞിക്കാലുകൾ കാളിയൻ്റെ ശിരസിൽ പതിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്ന് നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ടെന്ന് ഒരുക്കിയിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. കാളിയനെ നല്ല ഭംഗിയിൽ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഉണ്ണിക്കണ്ണനെയും കാണുന്ന സുന്ദരനായിട്ടുണ്ട്. ഇടത് കയ്യിൽ കാളിയൻ്റെ വാലും അതുപോലെ തന്നെ വലത് കയ്യിൽ ഓടക്കുഴലാണ് കേട്ടോ. പൊന്നോടക്കുഴൽ പിടിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ചിരിച്ചുകൊണ്ടാണ് ശ്രീലകത്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ കഴുത്തിൽ മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടമാല, മുല്ലമുട്ടുമാല, മാങ്ങാമാല എല്ലാം ചാർത്തിയിട്ടുണ്ട്. അതുപോലെ കുഞ്ഞി തലയിൽ പൊന്നിക്കിരീടം ചാർത്തിയിട്ടുണ്ട് കേട്ടോ. കൂടെ തിരുമുടിമാലയും ചാർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മയിൽപ്പീലിയും വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിലാണ് ഇന്ന് ഒരുങ്ങി നിൽക്കുന്നത്. അതുപോലെ തന്നെ ആ 2 കുഞ്ഞു തൃപ്പാദങ്ങളിലും പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പട്ടുകോണം എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു കുഞ്ഞി കിങ്ങിണിയും കൂടിയും ചാർത്തിയിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഇന്ന് സുന്ദരനായിട്ടാണ് കേട്ടോ ഉണ്ണിക്കണ്ണൻ ഒരുങ്ങി നിൽക്കുന്നത്. ഇന്നത്തെ അലങ്കാരത്തിലെ കാളിയനെ സൂചിപ്പിക്കുന്നത് നമ്മുടെ മനുഷ്യരിലുള്ളിലുള്ള ക്രോധത്തെയും അതുപോലെ തന്നെ അഹങ്കാരത്തെയും ഒക്കെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാളിയൻ്റെ അഹങ്കാരവും ദേഷ്യവും അതുപോലെ തന്നെ തന്നെക്കാൾ വലുതായിട്ട് ആരുമില്ലെന്നായിരുന്നു കാളിയൻ്റെ ചിന്ത. ആ ചിന്തയെ തോൽപ്പിച്ചുകൊണ്ട് ഉണ്ണിക്കണ്ണൻ കാളിയൻ്റെ ശിരസിൽ ചവിട്ടിക്കൊണ്ട് നൃത്തം ചെയ്ത് നിഷ്പ്രയാസം തോൽപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ മനസ്സ് മുഴുവൻ ഉണ്ണിക്കണ്ണൻ്റെ നാമവും അതുപോലെ തന്നെ ഉണ്ണിക്കണ്ണനെയും സങ്കല്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ക്രോധവും അഹങ്കാരവും നമ്മേക്കാൾ വലുത് ആരുമില്ലെന്നുള്ള തോന്നലെല്ലാം നിഷ്പ്രയാസം നമ്മുടെ മനസ്സിൽ നിന്നും പോവും. അപ്പം എല്ലാവരും ഇന്നത്തെ ഉണ്ണിക്കണ്ണനെ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇന്നത്തെ അലങ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാളിയൻ്റെ ശിരസിൽ ചവിട്ടിക്കൊണ്ട് നിൽക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ടാണ് കേട്ടോ. എല്ലാവരും ആ രൂപത്തെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ നാരായണ.